ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ കുക്കിംഗ് വീഡിയോ. സോ ഇന്ന് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മോമോസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായി കാണുക. സോ ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് കുളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് വേസ്റ്റ് ആയിരിക്കും. സോ ഞാൻ ആദ്യം തന്നെ ചെയ്തത് മാവാണ്. മൈദയാണ് നമ്മൾ യൂസ് ചെയ്യുക. മൈദയിൽ കുറച്ച് സോൾട്ടും കുറച്ച് ഓയിലും പിന്നെ വെള്ളം ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പൊതുവേ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പ്ലസ് അത് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകണ്ടല്ലോ എന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ച് സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ദെൻ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച്, അതായത് ഉള്ളിലത്തെ ഫില്ലിങ്സിനനുസരിച്ച് നമ്മൾ വേണ്ട ഓരോ സംഭവങ്ങൾ എടുക്കുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെജിറ്റബിൾസോ അല്ലെങ്കിൽ നമ്മൾക്ക് ചിക്കൻ ഉണ്ട്. ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം കൊണ്ട് നിങ്ങൾക്കിത് മേക്ക് ചെയ്യാം. ഇൻ കേസ് ചിക്കൻ ഉണ്ട് പക്ഷെ മറ്റ് വെജിറ്റബിൾസിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാക്കാം. സോ 2 രീതിക്ക്, വെജ് ആൻഡ് നോൺ വെജ് എന്ന രീതിക്ക് നമുക്കിത് പറയാം. സോ ബേസിക്കലി ഞാനിവിടെ നോൺ വെജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. സോ ആ ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മോമോസ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആസ് യു ക്യാൻ സീ നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസേ എടുത്തിട്ടുള്ളൂ. വിച്ച് ഈസ് ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഒണിയനാണ് എടുത്തിട്ടുള്ളത്. 2 ഒരു മീഡിയം സൈസ് ഒണിയൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ബേസിക്കലി ഇത് നല്ല എന്താ പറയുക, പ്യുവർ നോൺ വെജ് ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ആ നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾ ഗണത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ അതിന് നമ്മൾ 2 ഒണിയൻ പിന്നെ 2 or 3 നിങ്ങൾക്ക് എരിവിന് ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. സോ ഞാനൊരു 2 or 3 എടുത്തിട്ടുള്ളൂ. സോ നമ്മൾ ആദ്യം ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം ഓണിയൻ അരിഞ്ഞെടുക്കാൻ. നീളത്തിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന പോലെ വെച്ചാൽ നമുക്കത് ഫില്ലിങ്സിൽ ഇടുന്ന സമയത്ത് സ്യൂട്ടാവില്ല. സോ ഇതുപോലെ കുഞ്ഞതായിട്ട് അരിയുക. അപ്പോൾ നിറയെ ക്വാണ്ടിറ്റിയും കിട്ടും, നമുക്ക് നിറയെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. ദെൻ മുളക് അതേപോലെ കുഞ്ഞതായിട്ട് അരിയുക. കാരണം നമ്മളിത് സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് അത് നല്ല സോട്ടായിട്ട് അതിൻ്റെ എരിവില്ലാതെ നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടി എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്നത് നല്ലതായിരിക്കും. സോ ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ പോലെയാണ് ചെറുതാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുനുകുന എന്നരിഞ്ഞെടുത്തിട്ടുള്ള ഓണിയൻ, ദെൻ അതേപോലെ കുനുകുന അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മളുടെ മുളക്. ദെൻ നമ്മളുടെ അടുത്ത് വരുന്ന 3rd ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം മല്ലിയില. സോ മല്ലിയില അതേപോലെ ചെറുതാക്കി അരിയണം. പിന്നെ ഇതുപോലെ അതിൽ ലീവ്സിൽ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇടയ്ക്കൊക്കെ കുറച്ച് അതിൻ്റെ തണ്ടുകൾ വന്നാലും കുഴപ്പമില്ല. ബട്ട് അങ്ങനെ വലിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ ചെറുത്ത് കുഞ്ഞതാക്കിയിട്ട് അത് എന്തായാലും നമ്മൾ ഇതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സോട്ട് ചെയ്യുക. അപ്പോൾ അതങ്ങോട്ട് സോട്ടായി പോയിക്കോളും. എന്നാലും ചെറുതാക്കി അത് വലുതായിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രസം പരിപ്പ് കറിയിലൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഇടുന്ന പോലെ ഇങ്ങനെ ഫുള്ളി ലെങ്ത്തിൽ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെറുതാക്കിയിട്ട് വേണം എല്ലാം എന്തെങ്കിലും ഫില്ലിങ്സ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ മാക്സിമം ചെറുതാക്കാനാണ് ശ്രമിക്കേണ്ടത്. സോ നമ്മൾക്ക് ഈ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അതർ ദാൻ ചിക്കൻ. അപ്പോൾ നമ്മൾ നോൺ വെജ് ആണല്ലോ ഉണ്ടാക്കുന്നത്. സോ ചിക്കനാണ് നമ്മളുടെ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. സോ ചിക്കൻ, പിന്നെ നിങ്ങളവിടെ 3 കാണുന്ന ഓണിയൻ, ചില്ലി ആൻഡ് കൊറിയാൻഡർ ലീവ്സ്, ഇത്രയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നല്ലോണം കഴുകിയിട്ടുള്ള നമ്മളെ ചിക്കൻ എടുത്തു. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ പരത്തി വെച്ചു. കാരണം ഞാൻ ഇത്ര ചിക്കൻ എടുക്കുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഈ എടുത്ത ചിക്കനിൽ ഉള്ളിലും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു 20 to 30 ഒക്കെ 30 കിട്ടില്ല, ഒരു 20-25 ഉള്ളിലൊക്കെ നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുമാനം. സോ നമ്മളതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് കുറച്ച് സോൾട്ട് ഇട്ടു, ദെൻ കുറച്ച് പെപ്പർ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച്
അതിനെ തിളപ്പിക്കാൻ വിടണം. നല്ലോണം വേവാൻ വിടണം. നല്ല തിളച്ച് വന്നാൽ തന്നെ അത് വേവും. കാരണം ഇത് ബോൺലെസ് പീസാണ്, അത്ര കട്ടിയൊന്നുമില്ല. സോ അത് വെന്ത് കിട്ടിക്കോളും. സോ അങ്ങനെ വെന്തതിന് ശേഷം നമ്മളത് ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ മിക്സിയിലേക്കോ മിക്സിയിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കലാണ് നമുക്ക് വേണ്ടത്. സോ ഇത് വലിയ വലിയ പീസായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതുപോലെ അരഞ്ഞ് കിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുഞ്ഞതാക്കിയതിന് ശേഷം ഒരു കുഞ്ഞ് ജാറിലിട്ടിട്ട് അതിനെ നല്ലോണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം വലിയ വലിയ പീസല്ലാണ്ട് മിക്സായി പോകുന്ന രീതിയിൽ നല്ലോണം അതിനെ അരച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ആദ്യം ഫുള്ളായി ഇട്ടെങ്കിലും നമുക്കത് അങ്ങനെ അരയ്ക്കാൻ പറ്റിയില്ല. സോ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. സോ അങ്ങനെ നമ്മൾ അരച്ച് അതിൽ മാക്സിമം അരഞ്ഞിട്ടുണ്ടോ നോക്കുക. നല്ലോണം അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. സോ നമുക്കിത് 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് എല്ലാം കൂടെ പച്ചയ്ക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടാക്കാം, ഇല്ലെങ്കിൽ സോട്ട് ചെയ്തിട്ടുണ്ടാക്കാം. സോ നമ്മളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടപ്പെടാമെന്നില്ല. എനിക്ക് ബേസിക്കലി ആ റോ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ കഴിക്കും. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ കുറച്ച് നന്നായിക്കോട്ടെ എന്ന് വേണ്ടിയിട്ട് നമ്മളിത് സോട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. സോ നമ്മൾ ആദ്യം ഉള്ളി ഇട്ടു, എണ്ണ ഒഴിച്ചു. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക. ദെൻ നമ്മൾ ഉള്ളിയിട്ട് ഉള്ളി ഒന്ന് നന്നായി സോട്ടാവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സോൾട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അത് നല്ലോണം വഴറ്റി കൊടുത്തു. ദെൻ മുളകും കൊറിയാണ്ടർ ലീവ്സ് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തു. ഇതിനൊന്നും സെപ്പറേറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഒന്നിച്ചിട്ട് കൊടുത്തു. അതും നന്നായി സോട്ടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും, സോ മുളക് പൊടി മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് നമുക്ക് ഒരു മിക്സ്ഡ് ടേസ്റ്റ് വരാതിരിക്കാൻ. പിന്നെ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ മുളക് പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദെൻ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. ഉള്ളിയിൽ തന്നെ മുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ വരും. സോ ഉള്ളിയിൽ ആദ്യം മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് അതിനെ നല്ലോണം മിക്സ് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ചിക്കനെ ബ്ലെൻഡ് ചെയ്തെടുത്താണ്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തു. ദെൻ നമ്മൾ അടുത്ത പണിയാണ്. ഈ പണി വലിയൊരു ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ, ഫോർ മീ. എന്നെപ്പോലെ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ്, ഞാനത് പറയും. പക്ഷേ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇത് സിമ്പിളായി ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇത് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ പിന്നെ ഇപ്പോൾ ഈ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ തേർഡ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടഫായി തോന്നി. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വലിയ ബൗളെടുത്തിട്ട് അതുപോലെ വലുതാക്കി പരത്തി ചെറിയ പാർട്സ് എടുക്കുക ചെയ്തത്. ഇത് നല്ലൊരു ഓപ്ഷനാണ്, കാരണം ഇതാകുമ്പോൾ നമുക്ക് നൈസായിട്ട് കിട്ടും. പക്ഷേ എന്താ പറഞ്ഞാൽ നൈസായി കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ നൈസായി പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് അതുപോലെ നല്ല കുഞ്ഞ് ഡപ്പിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ അടപ്പായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ 2 രീതിയിൽ റോൾ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്കത് കാണാം. ഒന്ന് നമ്മൾ ആ ഒരു ഓണിയൻ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുമല്ലോ, സോ അങ്ങനെയും ചെയ്ത് നോക്കി. ആൻഡ് നമ്മൾ നോർത്ത് സൈഡിലൊക്കെ കാണുന്ന രീതിയിലുള്ള മോമോസിൻ്റെ രീതിക്ക് നോക്കി. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടാത്ത പോലെ തോന്നി. ബട്ട് അതൊരു ബാഡ് ഐഡിയ ആയിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഓണിയൻ ഷേപ്പിൽ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ചെയ്ത് നോക്കൂ, 2 മോഡലിലും എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ഈ നോർത്ത് സൈഡിൽ വരുന്ന ലുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഒറ്റ സൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കെന്തോ അത് ഒട്ടി വന്നില്ല. എൻ്റെ മാവിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ബട്ട് ഞാൻ അത് മുഴുവനാക്കി. ദെൻ ഞാൻ വിചാരിച്ചു, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ മാവ് എടുത്തിട്ട് വലുതാക്കി ഇതുപോലെ പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് റൗണ്ട് ആക്കുമായിരുന്നു. പക്ഷെ അതും എനിക്ക് ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കറക്റ്റായില്ല. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഷേപ്പാക്കിയിട്ട്, ഞാൻ എപ്പോഴും ഓണിയൻ ഷേപ്പിലാണ് ഉണ്ടാക്കൽ.
പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ ഷേപ്പ് കിട്ടാണ്ടായപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വേറൊരു മണ്ടത്തരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചു. അപ്പോൾ എനിക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിലത് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. സോ ഒരിക്കലും മുകളിൽ അടുക്കി വെക്കരുത്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ വെച്ചിട്ട് ആദ്യത്തെ സെറ്റ് ആവി കയറ്റിക്കോളാം, അതിനുള്ളിൽ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഞാനിത് ചെയ്യുമ്പോഴത്തേനും മോള് കരഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൾ ഇതിൽ കയറി കൈയാക്കി കൈപൊള്ളുകയൊക്കെ ചെയ്തു. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുട്ടികളെ കുക്കിങ്ങിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരുന്നത്. സോ അവസാനം നമ്മളുടെ മോമോസ് ടേസ്റ്റ് വൈസും ലുക്ക് വൈസ് കുറച്ച് പാളെങ്കിലും ടേസ്റ്റ് വൈസ്